പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഹൃദയം നുറുങ്ങി ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കണമേ. ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ഹൃദയവേദനകൾ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അതെല്ലാം ഏറ്റെടുത്ത് തിരുക്കുമാരൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. എന്തെന്നാൽ ഞങ്ങളെല്ലാവരും ആശ്രയിക്കുന്നത് അമ്മയിലാണ്. അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചു പ്രാർത്ഥിച്ചാൽ ഈശോ ഒരിക്കലും അത് നിരസിക്കുകയില്ല. ശക്തിയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. വിദേശത്തേക്ക് പോകാനായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അതിവേഗം അവരാഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ അമ്മ അവരെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിസ തടസ്സം മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അതിവേഗം വിസ ശരിയായി അവരുടെ കൈകളിൽ എത്തുവാൻ തക്കവിധം അമ്മ അവരെ സഹായിക്കണമേ. അധികാരികളുടെ കണ്ണുകൾ തുറപ്പിക്കണമേ. അമ്മേ മാതാവേ, എല്ലാ തടസ്സങ്ങളും മാറ്റിക്കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പരീക്ഷയുടെ റിസൾട്ടിനായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നല്ല റിസൾട്ട് കൊടുത്ത് അമ്മ അവരെ അനുഗ്രഹിക്കണമേ. ഉയർന്ന വിദ്യാഭ്യാസം നേടുവാൻ തക്കവിധം അമ്മ അവരെ യോഗ്യരാക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഓരോ പൈതങ്ങളെയും കാത്തു പരിപാലിച്ചു കൊള്ളണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന നിരവധിയായ മക്കളെ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ഭവനം കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗികളായ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ക്യാൻസർ രോഗികളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, അമ്മ അത്ഭുതം പ്രവർത്തിച്ചേ മതിയാവൂ. ആ മക്കൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളിൽ നിന്നും അമ്മ അവരെ രക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ശരീരം തളർന്നു പോയവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ശക്തമായി ഈ മക്കൾക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആ മക്കളെ സംരക്ഷിക്കുന്നവരെ അമ്മ കാത്തു പരിപാലിക്കണമേ. അവരുടെ മനസ്സിന് ബലം കൊടുക്കണമേ. അമ്മേ മാതാവേ, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയതുപോലെ, അന്ധന് കാഴ്ച കൊടുത്തതുപോലെ, ചെകിടന് കേൾവി കൊടുത്തതുപോലെ അങ്ങേ പുത്രൻ ഈ ഭൂമിയിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും ഓരോ രോഗികളുടെ മേലും പ്രവർത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുഞ്ഞുങ്ങളുടെ വെയിറ്റ് കുറവ് മൂലം ഭാരപ്പെടുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞുങ്ങളുടെ എല്ലാ അവസ്ഥകളിൽ നിന്നും അമ്മ അവരെ മോചിപ്പിക്കണമേ. ആ കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യം കൊടുത്ത് അമ്മ അവരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, മസിലിൻ്റെ ബലക്കുറവ് മൂലം ഭാരപ്പെടുന്ന മകനെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ. പൂർണ്ണ ആരോഗ്യത്തോടിരിപ്പാൻ അമ്മ അവരെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നിമോണിയയുടെ അസുഖം മൂലം ഭാരപ്പെടുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അലർജി രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മക്കളെ ഒന്ന് തൊട്ട് സൗഖ്യപ്പെടുത്തണമേ. വിട്ടുമാറാത്ത തലവേദന മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, തലചുറ്റൽ മൂലം ഭാരപ്പെടുന്ന മകളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ. നട്ടലിൻ്റെ തേയ്മാനം മൂലം ഭാരപ്പെടുന്ന മകനെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കിഡ്നിയിൽ വെള്ളക്കെട്ട് മൂലം ഭാരപ്പെടുന്ന പിഞ്ചു പൈതലിനെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുന്ന കാലം അത്രയും പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജീവിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന മക്കളായിരിക്കാനും ഞങ്ങളെ ഇടയാക്കണമേ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. എല്ലാ രോഗികളെയും ഏറ്റെടുക്കണമേ. തല മുതൽ ഉള്ളം കാലുവരെയും ഈശോയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. അമ്മയുടെ നീല മേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ. ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളും ഞങ്ങളിൽ നിന്ന് പൂർണ്ണമായി എടുത്തു മാറ്റണമേ. ദൈവ പൈതങ്ങളാക്കി മാറ്റണമേ. പരസ്പരം ഐക്യത്തിലും
സ്നേഹത്തിലും സന്തോഷത്തോടും കൂടി ജീവിപ്പാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളെയും നികത്തേണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പരീക്ഷയുടെ റിസൾട്ടിനായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഉയർന്ന വിദ്യാഭ്യാസത്തിനുള്ള യോഗ്യത അമ്മ അവർക്ക് കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുഞ്ഞുങ്ങൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് ഇടപെടണമേ. അനുയോജ്യമായ രീതിയിൽ അമ്മ പ്രവർത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, കുഞ്ഞുങ്ങളില്ലാതെ കണ്ണീരോടെ അമ്മയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. വൈദ്യം പോലും ഉപേക്ഷിച്ച സാഹചര്യങ്ങളിൽ കണ്ണീരോടെ ആയിരിക്കുന്ന ഓരോ രോഗികളായ മക്കളുടെ അരികിലേക്കും അമ്മ കടന്നു ചെല്ലണമേ. ഓരോ മക്കളുടെയും ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ. ഓരോ മക്കളുടെയും ആഗ്രഹങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ. എല്ലാ മക്കളെയും ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, അമ്മ എത്ര ഭാഗ്യവതിയാണ്. ദൈവത്തിൻ്റെ പുത്രനെ ഉദരത്തിൽ വഹിച്ചവളാണ്. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അമ്മേ മാതാവേ, ദൈവപുത്രന് ഈ ഭൂമിയിൽ വന്ന് വാഴുവാനായിട്ട് ആദ്യം തിരഞ്ഞെടുത്തത് അമ്മയുടെ ഉദരമാണല്ലോ. അമ്മേ മാതാവേ, ഞങ്ങൾ അമ്മയെ വണങ്ങുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ പ്രയാസങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ ആകുലതകളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് കടന്നു വരണമേ. ആരും സഹായിക്കാനില്ലാത്ത സന്ദർഭങ്ങളിലേക്ക് കടന്നു വരണമേ. തളർന്നു പോകുന്ന നിമിഷങ്ങളിലേക്ക് കടന്നു വരണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ, എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളം കാണുന്ന അമ്മേ എല്ലാം മനസ്സിലാക്കി തിരുകുമാരനോട് അമ്മ ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ കാത്തുകൊള്ളണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.